പരിയാരം വില്ലേജ് ഓഫീസിന് മുറ്റത്ത് വർഷങ്ങളായി ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ഉപയോഗശൂന്യമായ കുടിവെള്ള ടാങ്ക് ഒടുവിൽ നീക്കം ചെയ്യുന്നു. ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ തൊഴിലാളികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ടാങ്ക് മുറിച്ചുമാറ്റുന്ന ജോലികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ച പരിയാരം വില്ലേജ് ഓഫീസിലെ ഉപയോഗശൂന്യമായ കൂറ്റൻ വാട്ടർ ടാങ്ക് ഓഫീസിലെത്തുന്നവർക്ക് പേടി സ്വപ്നം. വില്ലേജ് വികസന സമിതിയിലും താലൂക്ക് വികസന സമിതിയിലും നിരവധി തവണ വിഷയം ചർച്ചയായി. ലേലം നടപടികൾ പരാജയപ്പെട്ടു. ഒടുവിൽ അനിശ്ചിതത്വത്തിലായ വിഷയത്തിന് പരിഹാരമായി. നേരത്തെ വാർഡ് മെമ്പർ PV സജീവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടാങ്ക് നീക്കം ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടു. എന്നാൽ ഗ്രീൻ കേരള കമ്പനി ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി. ഇതിനെതിരെ വീണ്ടും പരാതി നൽകിയതോടെയാണ് അടിയന്തരമായി ടാങ്ക് നീക്കം ചെയ്യാൻ കളക്ടർ പുനർനിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ തൊഴിലാളികളെത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു നീക്കാൻ തുടങ്ങി. വില്ലേജ് ഓഫീസിലെത്തുന്ന നൂറുകണക്കിന് ആളുകൾക്കും ജീവനക്കാർക്കും ഇനി ഭയമില്ലാതെ സഞ്ചരിക്കാമെന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മുൻ വാർഡ് മെമ്പർ PV സജീവൻ. ഗ്രീൻ കേരള കമ്പനി അതിനകത്ത് അലംഭാവം കാണിക്കേണ്ട 2 മാസത്തോളം 3 മാസത്തോളം കാലം അത് തിരിഞ്ഞു നോക്കാതെ രീതിയിൽ വന്നപ്പോൾ വീണ്ടും കലക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നീക്കം ചെയ്യാൻ വേണ്ടി കലക്ടറുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടായിട്ടുള്ളത്. അത് ഏറെ സന്തോഷം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ പരിയാരം വില്ലേജ് ഓഫീസിലെ വളരെ പ്രയാസകരമായ സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെടുന്ന പരിയാരം വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇത് മാറ്റുന്നതോടുകൂടി പിന്നെ അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്നതിൽ വളരെ സന്തോഷമുണ്ട്. വൈകിയാണെങ്കിലും ഈ പോരാട്ടം വിജയിച്ചതിലുള്ള സന്തോഷം എല്ലാവരോടും, മാധ്യമപ്രവർത്തകരോടും അതുപോലെ ബന്ധപ്പെട്ട സർക്കാരിനോടും കളക്ടറോടും എല്ലാവരോടും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരുന്ന ടാങ്ക് നീക്കം ചെയ്യണമെന്ന ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.